ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. AZB അക്കാദമിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ റീജ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഗ്രി പ്രിലിംസിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ യൂറോപ്യൻ ആഗമനത്തെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഡിഗ്രിക്ക് വേണ്ടിയിട്ടുള്ള യൂറോപ്യൻ ആഗമനം കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ചോദിക്കാൻ സാധ്യതയുള്ള കുറേ ക്വസ്റ്റ്യൻസൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആദ്യ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോര് നടത്തുവാൻ കേരളവർമ്മ പഴശ്ശിരാജയെ സഹായിച്ചത് തിരഞ്ഞെടുക്കുക. ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോര് നടത്താൻ കേരളവർമ്മ പഴശ്ശിരാജയെ സഹായിച്ചവരെ തിരഞ്ഞെടുക്കുക. ചെമ്പൻ പോക്കർ, പാലിയത്തച്ചൻ, കൈതേരി അമ്പു നായർ, എടച്ചേന കുങ്കൻ നായർ. അപ്പോൾ നമ്മുടെ ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോര് നടത്താൻ പഴശ്ശിരാജ, കേരളവർമ്മ പഴശ്ശിരാജയെ സഹായിച്ചവരാണ് ചെമ്പൻ പോക്കർ, കൈതേരി അമ്പു നായർ, എടച്ചേന കുങ്കൻ നായർ. എടച്ചേന കുങ്കൻ നായർ. അപ്പോൾ പാലിയത്തച്ചൻ എന്ന് പറയുന്നത് കൊച്ചിയിലെ വ്യക്തിയാണ്, അല്ലേ? അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോര് നടത്താൻ കേരളവർമ്മ കോട്ടയം രാജാവാണ് പഴശ്ശിരാജയെ സഹായിച്ചത് ചെമ്പൻ പോക്കർ, കൈതേരി അമ്പു, എടച്ചേന കുങ്കൻ നായർ. പാലിയത്തച്ചൻ കൊച്ചിയിലെ മന്ത്രി സ്ഥാനം വഹിച്ചിരുന്ന വ്യക്തിയാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യമാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായവ കണ്ടെത്തുക. ഡച്ചുകാർ കേരളത്തിൽ നൽകിയ മഹത്തായ സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ്. കുഷ്ഠരോഗികൾക്കായി പള്ളിപ്പുറത്ത് ഡച്ചുകാർ ഒരു ആശുപത്രി ആരംഭിച്ചു. ഡച്ച് ശക്തി ഇന്ത്യയിൽ അധപ്പതിക്കുന്നതിനുള്ള പ്രധാന കാരണം ഇംഗ്ലീഷ് ആഗമനമാണ്. 1592 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെട്ടു. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എന്താണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് നോക്കാം. ഇതിൻ്റെ ആൻസർ PSCയുടെ ഫൈനൽ കീ പ്രകാരം ആൻസർ ഇല്ല. അപ്പോൾ ഡച്ചുകാർ കേരളത്തിന് നൽകിയ മഹത്തായ സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്നത് ശരിയാണ്. നമ്മൾ പഠിച്ചതാണ് ഹോർത്തൂസ് മലബാറിക്കസ് ഏറ്റവും വലിയ സംഭാവനയാണ്. ഹോർത്തൂസ് മലബാറിക്കസ് എന്താണ്? മലബാറിലെ ഔഷധ സസ്യങ്ങളെ കുറിച്ചുള്ള പുസ്തകമാണ്. ഇതിനകത്ത് ആദ്യം പരാമർശിക്കുന്നത് തെങ്ങിനെ കുറിച്ചും അവസാനം പരാമർശിക്കുന്നത് ആൽമരത്തെക്കുറിച്ചുമാണ്. ഹെൻറി വാൻഡ്രീഡാണ് ഇതിന് നേതൃത്വം നൽകിയത്. ആംസ്റ്റർഡാമിൽ നിന്നാണ് ഇത് പ്രസിദ്ധീകരിച്ചത്. മലയാളിയായ ഇട്ടി അച്യുതൻ സഹകരിച്ചു. KS മണിലാലാണ് ഇത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുമ്പോൾ മലയാള ഭാഷ പ്രത്യക്ഷപ്പെട്ട ആദ്യ പുസ്തകം കൂടിയാണ്. വിനായക ഭട്ട്, അപ്പുഭട്ട്, രംഗഭട്ട് തുടങ്ങിയ ബ്രാഹ്മണർ അവരും സഹായിച്ചിരുന്നു ഇതിൻ്റെ എഴുത്തിന്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഈ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന വാക്കിൻ്റെ അർത്ഥം മലബാറിലെ പൂന്തോട്ടം എന്നാണ്. പക്ഷെ ഔഷധ സസ്യങ്ങളെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. കുഷ്ഠരോഗികൾക്ക് പള്ളിപ്പുറത്ത് ഡച്ചുകാർ ഒരു ആശുപത്രി ആരംഭിച്ചു. ശരിയല്ലേ? കുഷ്ഠരോഗികൾക്കാണ് പള്ളിപ്പുറം എന്ന സ്ഥലത്ത് തന്നെയാണ് ഡച്ചുകാർ ആശുപത്രി ആരംഭിച്ചത്. ഡച്ചുകാരുടെ ഭരണം വളരെ മികച്ച രീതിയിലുള്ള ഭരണമായിരുന്നു. അവര് അങ്ങനെ ജാതീയ രീതിയൊന്നും കാണിച്ചിട്ടില്ല. ഹിന്ദുക്കളോടൊക്കെ നല്ല ആദരവായിരുന്നു. അതുപോലെ ഹിന്ദു ക്ഷേത്രങ്ങളെ ഒന്നും ഉപദ്രവിക്കാനൊന്നും ശ്രമിച്ചിട്ടില്ല. ആകെ അവർ ഉപദ്രവിച്ചു എന്ന് പറയാൻ ക്രിസ്ത്യൻസിനെ മാത്രമേ ഉള്ളൂ. കുറച്ച് അവരൊരു ക്രിസ്ത്യൻസ് ആണ്, പക്ഷെ അവരുടെ മറ്റ് രീതിയിലുള്ള ഇപ്പോൾ സുറിയാനി ക്രിസ്ത്യൻസ് അങ്ങനെ പല വിഭാഗമുണ്ടല്ലോ, അങ്ങനെയുള്ള ആളുകളെ മാത്രമേ ഉള്ളൂ ഇവർ ചെറിയ രീതിയിലെങ്കിലും ഉപദ്രവിച്ചു എന്ന് പറയാൻ. പിന്നെ ഇവരെ ബൈബിളൊക്കെ കീറി ആ ഒരു സംഭവമൊക്കെ ഉണ്ട്. അല്ലാണ്ട് മറ്റ് മതക്കാരെ ഒന്നും ഉപദ്രവിക്കുകയോ അതുപോലെ മറ്റാളുകളെ ഈ മതത്തിലേക്ക്, അവരുടെ മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യാനോ ബലമായി കൺവേർട്ട് ചെയ്യാനോ ഒന്നും അവർ ശ്രമം നടത്തിയിട്ടില്ല. അപ്പോൾ ഡച്ച് ശക്തി ഇന്ത്യയിൽ അധപതിക്കുന്നതിനുള്ള പ്രധാന കാരണം ഇംഗ്ലീഷ് ആഗമനമാണ്. ഒരു സമയത്ത് ഡച്ചുകാർ വലിയ രീതിയിൽ കേരളത്തിൽ സ്ഥാനം പിടിച്ചിരുന്നു, അല്ലേ? 1663 ഇവർ കൊച്ചി സ്വന്തമാക്കി. കണ്ണൂരുമായിട്ടും കൊല്ലം പിടിച്ചടക്കി. കണ്ണൂരുമായിട്ടും കൊല്ലം, കൊച്ചി, അങ്ങനെ കേരളം അങ്ങോളം ഇങ്ങോളം അവർ വ്യാപാര കുത്തക നേടിയെടുത്തിരുന്നു. പിന്നീടാണ് ഇവർ തകരുന്നത്. അപ്പോൾ ഈ ഡച്ച് ശക്തി ഇന്ത്യയിൽ അധപതിക്കുന്നതിനുള്ള പ്രധാന കാരണം ഇംഗ്ലീഷുകാരുടെ ആഗമനമാണോ? അല്ല. മാർത്താണ്ഡവർമ്മയുമായിട്ടുള്ള യുദ്ധത്തിൽ ഈ ഒരു 1741 കുളച്ചൽ യുദ്ധത്തിൽ ഇവർ പരാജയപ്പെട്ടു. ഇതായിരുന്നു പ്രധാനപ്പെട്ട ഒരു കാരണം.
ഇപ്പോൾ ഇംഗ്ലീഷുകാർ മാർത്താണ്ഡവർമ്മയെ സഹായിച്ചിരുന്നു, അതൊരു സത്യമാണ്. എങ്കിലും ഈ കുളച്ചൽ യുദ്ധവും അത് കഴിയുള്ള മാവേലിക്കര ഉടമ്പടിയുമാണ് ഡച്ചുകാർ ഇവിടെ പരാജയപ്പെട്ടതായി നമ്മൾ അതായത് നമ്മളല്ല PSC അംഗീകരിച്ചേക്കുന്നത്. 1592 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചു. 1502 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത്? ആദ്യം ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് 1600. അത് ബ്രിട്ടീഷുകാരാണ്. ആദ്യം ആരാണ് സ്ഥാപിച്ചത്? 1602. 1600 അത് ബ്രിട്ടീഷുകാരാണ്. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് 1602. അപ്പൊ ഇത് തെറ്റാണ്. ഇതാണ് ഇതിടുത്തെ പെർഫെക്റ്റ് ആൻസർ. പിന്നെ നമുക്ക് ഇതും കൂടി ആൻസർ പറയാൻ പറ്റുന്നുണ്ട്. അങ്ങനെ തന്നെ ഈ ഒരു സാധനം ക്വസ്റ്റ്യൻ നമ്മുടെ ഫൈനൽ കീയിൽ എലിമിനേറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾ ഈ 2 ഉത്തരങ്ങൾ പഠിച്ചു വെക്കണം. കുഷ്ഠരോഗി പള്ളിപ്പുറം ഡച്ചുകാർ, ഹോർത്തൂസ് മലബാറിക്കസ് ഡച്ചുകാർ. ഇനി നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. തിരുവിതാംകൂർ ഭരിച്ച് താഴെ പറയുന്ന രാജാക്കന്മാരെ കാലഗണന ക്രമത്തിൽ കണ്ടെത്തുക. തിരുവിതാംകൂർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും, എങ്കിലും നമ്മൾ പഠിച്ചത് വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ഇത് ഒന്ന് കാലഗണന ക്രമത്തിൽ ആക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ചോദ്യം കാണിക്കുന്നത്. കാർത്തിക തിരുനാൾ രാമവർമ്മ, ഗൗരി പാർവതിഭായ്, ആയില്യം, ശ്രീമൂലം തിരുനാൾ. ആദ്യം ഭരിച്ചത് മാർത്താണ്ഡവർമ്മയാണ്, ഓപ്ഷനിലില്ല. പിന്നെയാണ് കിഴവൻ രാജ, ധർമ്മരാജ എന്നറിയപ്പെടുന്ന രാമവർമ്മ വരുന്നത്. അതിനുശേഷം ഗൗരി പാർവതിഭായ്, പിന്നെ ഗൗരി പാർവതിഭായ് ഉണ്ട്, ലക്ഷ്മി ഭായ് ഉണ്ട് അല്ലേ? അപ്പോൾ 2 പേരും ഉണ്ട്. ഇനി അതിനുശേഷം വരുന്നത് നമ്മളുടെ ആൻസർ ഇതാണ്. ആദ്യത്തത് കാർത്തിക തിരുനാൾ, ഗൗരി പാർവതിഭായ്, ആയില്യം തിരുനാൾ, പിന്നെ ശ്രീമൂലം തിരുനാൾ. അപ്പോൾ ഇവരുടെ ഓർഡർ പഠിക്കണം. അതുകൊണ്ടാണ് ഇത് കൊണ്ടുവന്നത്. കാര്യം നിങ്ങൾ ഇനി പഠിക്കുമ്പോഴും നമ്മൾ ആ ഒരു ഓർഡർ ശ്രദ്ധിക്കുക. എല്ലാവരും ഓർഡർ ശ്രദ്ധിക്കണം. ക്ലിയർ ആണ്? ഇനി നമുക്ക് അടുത്ത ചോദ്യമാണ്. ഇന്ത്യയിൽ ഇംഗ്ലീഷുകാരുടെ ആദ്യ വ്യാപാര കേന്ദ്രം ഏതാണ്? ഇന്ത്യയിൽ ഇംഗ്ലീഷുകാരുടെ ആദ്യത്തെ വ്യാപാര കേന്ദ്രം ഏത്? അഹമ്മദാബാദ്, ബോംബെ, സൂററ്റ്, മദ്രാസ്. നമ്മൾ പോർച്ചുഗീസുകാരെ കുറിച്ച് പഠിച്ചപ്പോൾ പറഞ്ഞു ആദ്യം ഇവർ തലസ്ഥാനമായി കൊച്ചി, പിന്നീട് ഇവരുടെ തലസ്ഥാനം ഗോവയിലേക്ക് മാറ്റി. ഇംഗ്ലീഷുകാരെ പഠിച്ചപ്പോൾ പറഞ്ഞു മദ്രാസിലാണ് ആദ്യ കോട്ട കെട്ടുന്നത്. ഇനി ഇവരുടെ വ്യാപാര കേന്ദ്രം സൂററ്റ് ആയിരുന്നു. വ്യാപാര കേന്ദ്രം സൂറത്ത് ആയിരുന്നു. വ്യാപാര കേന്ദ്രം എന്താണ്? സൂററ്റ്. ഇനി അടുത്ത ചോദ്യമാണ്, നമ്മളുടെ ഡച്ചുകാരുടെ പ്രധാന കോളനിയായിരുന്ന രാജ്യം ഇതിൽ ഏതാണ്? ഡച്ചുകാരുടെ കോളനി. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഏതായിരുന്നു പ്രധാന. നമുക്ക് ആൻസറിലേക്ക് പോകണം. ഡച്ചുകാരുടെ പ്രധാന കോളനിയായിരുന്ന രാജ്യമേത് എന്നാണ്. ആൻസർ ഇന്തോനേഷ്യ. ഡച്ചുകാരുടെ പ്രധാന കോളനിയായിരുന്ന രാജ്യമാണ് ഇന്തോനേഷ്യ. ആൻസർ ഇന്തോനേഷ്യ. ഏഷ്യയിൽ തന്നെ ഇവരുടെ ഏറ്റവും വലിയ കോളനി നിലനിന്നിരുന്നത് ഇന്തോനേഷ്യയിലാണ്. ഇനി ബ്രിട്ടീഷ് രേഖകളിൽ കൊട്ടിയോട്ട് രാജ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ഭരണാധികാരി ആരാണ്? വേലുത്തമ്പി ദളവ, മാർത്താണ്ഡവർമ്മ, പഴശ്ശിരാജ, പാലിയത്തച്ചൻ. ബ്രിട്ടീഷ് രേഖകളിൽ കൊട്ടിയോട്ട് രാജ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ഭരണാധികാരി ആര്? ആൻസർ പഴശ്ശിരാജയാണ്. ആൻസർ എന്താണ്? പഴശ്ശിരാജ. മലബാർ കലാപത്തിന്റെ ഭാഗമായി നടന്ന പ്രധാന സംഭവം എന്ത്? പൂക്കോട്ടൂർ യുദ്ധം, കുളച്ചൽ യുദ്ധം, അതുപോലെ തന്നെ നമുക്ക് ബാക്കി നോക്കണം. നമ്മുടെ ഓപ്ഷൻസ് നോക്കാം. അപ്പോൾ നമ്മുടെ ആൻസേഴ്സ് നമുക്ക് നോക്കണം. എന്താണ് ആൻസർ? മലബാർ കലാപത്തിന്റെ ഭാഗമായി നടന്ന സംഭവമാണ് പൂക്കോട്ടൂർ യുദ്ധം. ഇത് തിരൂരങ്ങാടിയിലാണ് നടക്കുന്നത്. മലബാർ കലാപം 1921 അപ്പോൾ മലബാർ കലാപത്തിന്റെ ഭാഗമായി നടന്ന പ്രധാന സംഭവമാണ് പൂക്കോട്ടൂർ യുദ്ധം. അതുപോലെ തന്നെ ഇവിടെ ഓപ്ഷൻ ഇങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. കണ്ടോ, 1 കുളച്ചൽ യുദ്ധം, കുറിച്യർ, കാശാനാർ. നമുക്കറിയാം കുളച്ചൽ യുദ്ധം എന്ന് പറയുമ്പോൾ മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്നതാണ്.
കുറിച്യ യുദ്ധം വയനാട് ജില്ലയിൽ നടന്നതാണ്, മലബാർ അല്ല. ചാന്നാർ ലഹള മേൽവസ്ത്രം ധരിക്കുന്നതിന് വേണ്ടി നടന്നതാണ്. വൈകുണ്ഠ സ്വാമികളാണ് ഇതിന് നേതൃത്വം നൽകിയത്. സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തന ഫലമായി ഇന്ത്യയിൽ നിയമം മൂലം ബ്രിട്ടീഷുകാർ നിരോധിച്ച അനാചാരങ്ങൾ ഏതൊക്കെയാണ്? വിധവാ പുനർവിവാഹം നിരോധിച്ചു, സതി നിരോധിച്ചു, അടിമത്തം നിരോധിച്ചു, ശൈശവ വിവാഹം നിരോധിച്ചു. അപ്പോൾ സാമൂഹിക പരിഷ്കരണ പ്രവർത്തന ഫലമായിട്ട് ഇന്ത്യയിൽ നിയമം മൂലം ബ്രിട്ടീഷുകാർ നിരോധിച്ച അനാചാരങ്ങളാണ് ചോദ്യം. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഉത്തരം എഴുതാൻ പറ്റുന്നതാണ്. ഇതൊരു ലോജിക്ക് വെച്ചിട്ട് എഴുതേണ്ട ക്വസ്റ്റ്യൻ ആണ്. അടിമത്തം നിരോധിച്ചു, അടിമത്തം അവർ നിരോധിച്ചില്ലേ? നിരോധിച്ചു. സതി അവർ നിരോധിച്ചില്ലേ? അടിമത്തം എന്ന് വെച്ചാൽ ഒരു വ്യക്തിയെ മറ്റൊരാൾ അടിമയാക്കുന്നു, മനുഷ്യന്റെ അടിമ കച്ചവടം നിരോധിച്ചു. സതി, ഭർത്താവ് മരിച്ചു, ഭാര്യയും അതേ ചിതയിൽ ചാടി മരിക്കണമെന്ന പണ്ടത്തെ വ്യവസ്ഥതയായിരുന്നു, അതും നിരോധിച്ചു. ശൈശവ വിവാഹം, 5 വയസ്സിലോ 6 വയസ്സിലോ ഒക്കെ വെറും കുഞ്ഞുങ്ങളെ പിടിച്ച് കല്യാണം കഴിപ്പിച്ച് വേറെ വീട്ടിലേക്ക് വിടുന്നു. അപ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ വയസ്സ് എന്നവരായിട്ടായിരിക്കും കല്യാണം കഴിക്കുന്നത്, വളരെ വേഗം ഇവർ വിധവകളുമാകുന്നു. ശൈശവ വിവാഹം നിരോധിച്ചു. വിധവകളെ പുനർവിവാഹം ചെയ്യുന്നത് നിരോധിച്ചു. ഇപ്പോൾ ഒരാളുടെ ഭർത്താവ് മരിച്ചു, അപ്പോൾ ഭാര്യയെ വിളിക്കും വിധവ. ഈ വിധവയായി, ചെറിയ പ്രായത്തിലൊക്കെ വിധവയായി, അപ്പോൾ അടുത്ത ആളെ കല്യാണം കഴിപ്പിക്കുന്നു. ഇതാണ് വിധവകളുടെ പുനർവിവാഹം. ഈ പുനർവിവാഹം ഇവർ അംഗീകരിക്കുകയാണ് ചെയ്തത്, അല്ലാതെ അത് നിരോധിച്ചതോ നീ വിധവകൾ ആരും കല്യാണം കഴിക്കണ്ട എന്നാണോ പറഞ്ഞത്? അല്ല. അപ്പം ഒരു ലോജിക്ക് ഉണ്ടെങ്കിൽ തന്നെ ഇത് തെറ്റാണെന്നറിയാം. അപ്പോൾ ഒന്ന് തെറ്റാണ് എന്ന് മനസ്സിലായി. പിന്നെ നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടേണ്ടതാണ്. ആൻസർ 2, 3, 4. 2, 3, 4 ആണ് നമ്മുടെ ഉത്തരം. താഴെ തന്നിരിക്കുന്ന ശരിയായ ഉത്തരം കണ്ടെത്തുക. താഴെ തന്നതിൽ ശരിയായ ഉത്തരം കണ്ടെത്തുക. കേരളത്തിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് എഴുതിയ ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഡച്ച് ഗവർണറായ വാൻഡ്രീഡ് ആണ് ഈ ഗ്രന്ഥം രചിച്ചത്. ഈ ഗ്രന്ഥത്തിന് അനുബന്ധമായി തയ്യാറാക്കിയതാണ് പ്രയോഗ സമുച്ചയം. 1678-703 ആംസ്റ്റർഡാമിൽ നിന്നാണ് ഈ ഗ്രന്ഥം പുറത്തിറക്കിയത്. അപ്പോൾ ഇവിടെ ആൻസർ കേരളത്തിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയാണ്. ഡച്ച് ഗവർണർ ഹെൻറി വാൻഡ്രിഡ് ആണ് ഈ ഗ്രന്ഥം രചിച്ചത്. 1678-703 ആംസ്റ്റർഡാമിൽ നിന്നാണ് ഈ ഗ്രന്ഥം പുറത്തിറക്കിയത്. 1, 2, 4 നമുക്ക് ഈ ഒരു 3 എണ്ണവും ശരിയാണ് എന്ന് മനസ്സിലാക്കാം. പ്രയോഗ സമുച്ചയമാണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. അപ്പം നമ്മളുടെ ശരിയായ ഉത്തരമാണ് ചോദിച്ചത്. ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഡച്ച് ഗവർണർ ഹെൻറി വാൻഡ്രീഡ് ആണ് ഈ ഗ്രന്ഥം രചിച്ചത്. 1678-703 ആംസ്റ്റർഡാമിൽ നിന്നാണ് ഈ ഗ്രന്ഥം പുറത്തിറക്കിയത്. കേരളത്തിന്റെ വിജ്ഞാന മേഖല. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? മലബാറിൽ വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത് ബേസിൽ ഇവാഞ്ചലിക്കൽ മിഷനാണ്. ബേസിൽ ഇവാഞ്ചലിക്കൽ മിഷൻ BEM എന്നും അറിയപ്പെടുന്നു. റാണി ഗൗരി പാർവതി ഭായ് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം തിരുവിതാംകൂറിൽ നടപ്പിലാക്കി. കൊച്ചിയിലെ ആദ്യ സ്കൂൾ 1818 സ്വാതി തിരുനാളിന്റെ കാലത്ത് സ്ഥാപിക്കപ്പെട്ടു. സ്പാനിഷ് മിഷണറി ആയിരുന്ന ട്വിങ്കിൾ ടാബ് നാഗർകോവിൽ ഉൾപ്പെടെയുള്ള പ്രദേശത്ത് ഇംഗ്ലീഷ് സ്കൂളുകൾ സ്ഥാപിക്കുകയുണ്ടായി. ഇവിടെ നമുക്ക് വേണ്ടത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. മലബാർ വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത് ബേസിൽ ഇവാഞ്ചലിക്കൽ മിഷൻ. ശരിയാണ്. റാണി ഗൗരി പാർവതി ഭായ് ആണ് സൗജന്യം നിർബന്ധമായ വിദ്യാഭ്യാസം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയത്. ലക്ഷ്മി ഭായ് ആണ് അടിമക്കച്ചവടം നിരോധിച്ചത്. കൊച്ചിയില് ആദ്യ സ്കൂൾ 1818 എന്നുള്ളത് തെറ്റാണ്.
സ്വാതി തിരുനാളിന്റെ സമയമാണ് സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചത് സ്വാതി തിരുനാളാണ്. ഇദ്ദേഹത്തിന്റെ ആസ്ഥാന കവിയായിരുന്നു ഇരയിമ്മൻ തമ്പി. സ്വാതി തിരുനാളിനെ കുറിച്ച് പറയുമ്പോൾ ഇദ്ദേഹം സംഗീതജ്ഞരിൽ രാജാവ്, രാജാക്കന്മാരിൽ സംഗീതജ്ഞൻ. ഇനി സ്പാനിഷ് മിഷണറി ആയിരുന്ന ട്വിങ്കിൾ ടാബ് നാഗർകോവിൽ ഉൾപ്പെടെയുള്ള പ്രദേശത്ത് ഇംഗ്ലീഷ് സ്കൂള് സ്ഥാപിച്ചു. ശരിയാണ്. ഈ വർഷമാണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ സമുദ്രത്തിന്റെ ആധിപത്യത്തിന് കാർട്ടസ് വ്യവസ്ഥ നടപ്പിലാക്കിയ പാശ്ചാത്യ രാജ്യം ഏതാണ്? എന്താണ് കാർട്ടസ് വ്യവസ്ഥ? ഇന്ത്യയുടെ സമുദ്രം ഇതിന്റെ ആധിപത്യം നേടിയെടുക്കലാണ്. അതായത് നമ്മുടെ ഈ ഒരു സമുദ്രത്തിൽ ഏതെങ്കിലും ഒരു രാജ്യം കടക്കുന്നു, ഒരു ബോട്ടുമായിട്ട് ഒരു രാജ്യം വരുമ്പോൾ ആ രാജ്യം ഈ കാർട്ടസ് വ്യവസ്ഥയുള്ള രാജ്യത്തിന് നികുതി നൽകണം. എന്നിട്ട് ഇവരെന്തൊക്കെ സാധനങ്ങളാണ് ഇവിടെ ഇറക്കാൻ കൊണ്ടുവരുന്നത് അതിന്റെ ലിസ്റ്റ് കൊടുക്കണം. ഈ ബോട്ടിൽ എത്ര ആളുകളുണ്ട് അതൊക്കെ പറയണം. പിന്നെ ഇവരുടെ അനുമതി ഇല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വരാനും പറ്റില്ല, വന്നു കഴിഞ്ഞാൽ ആക്രമിക്കും. അപ്പോൾ ഇവരുടെ ഫുൾ കൺട്രോളിൽ മാത്രമേ ഇന്ത്യയുമായി സഹകരിക്കാൻ പറ്റൂ. ഇന്ത്യയുമായി ചരക്കുകൾ കൈമാറ്റം ചെയ്യാനും പൂർണ്ണമായും സഹകരണത്തിൽ ഏർപ്പെടാനും പറ്റും. ഇനി ഇന്ത്യയിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് ഈ ഒരു കയറ്റുമതിയൊക്കെ ചെയ്യണമെങ്കിലും ഇതേ വ്യവസ്ഥ ബാധകമാണ്. അപ്പോൾ കാർട്ടസ് വ്യവസ്ഥ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സമുദ്രത്തിന്റെ ആധിപത്യമാണ്. നികുതി പിരിക്കുന്നു, ആളുകളുടെ എണ്ണം അറിയുന്നു, എന്തിവിടെ കൊണ്ടുവന്നു, ആ സാധനങ്ങൾക്കൊക്കെ നികുതി വാങ്ങിക്കുന്നു. അങ്ങനെ ഫുള്ള് കൺട്രോള് നേടിയെടുത്തതാണ്. കാർട്ടസ് വ്യവസ്ഥ ഏത് പാശ്ചാത്യ രാജ്യമാണ് സ്വന്തമാക്കിയത്? പോർച്ചുഗീസുകാരാ. ആൻസർ പോർച്ചുഗീസുകാർ. ഇനി വേലുത്തമ്പി ദളവ ബന്ധപ്പെട്ട് പ്രസ്താവനയിൽ ശരിയായത് ഏതാണ്? വേലുത്തമ്പി ദളവയുമായി ബന്ധപ്പെട്ടത് ശരി. തിരുവിതാംകൂറിലെ ദളവയാണ് ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി. കുണ്ടറ വിളംബരം നടപ്പിലാക്കി. അപ്പൊ വേലുത്തമ്പി ദളവ എന്ന് പറയുമ്പോൾ തിരുവിതാംകൂറിലെ ദളവയാണ്. ശരിയാണ്. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി മാർത്താണ്ഡവർമ്മയാണ്. തിരുവിതാംകൂറിന്റെ അശോകൻ മാർത്താണ്ഡവർമ്മയാണ്. തിരുവിതാംകൂറിന്റെ ബിസ്മാർക്ക്, ഉരുക്കു മനുഷ്യൻ എന്നൊക്കെ അറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മയാണ്. കൊണ്ടറ വിളംബരം 1809 ജനുവരി 11 നടപ്പിലാക്കിയത് വേലുത്തമ്പി ദളവ. അപ്പൊ നമ്മുടെ ആൻസർ 1ഉം 3ഉം ശരിയാണ്. 1ഉം 3ഉം ശരിയാണ്. ആദ്യമായി ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച യൂറോപ്യൻ രാജ്യം ഏതാണ്? ആദ്യമായിട്ട് ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച യൂറോപ്യൻ രാജ്യം പോർച്ചുഗീസ്, ഫ്രാൻസ്, ബ്രിട്ടീഷ്, ഡച്ച്. ആൻസർ പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിൽ ആദ്യം എത്തിയത് പോർച്ചുഗീസുകാരാണ്. ആദ്യം ഇവിടെ വന്ന് ആധിപത്യം സ്ഥാപിച്ചതും പോർച്ചുഗീസുകാരാണ്. കൊച്ചി ആയിരുന്നു ഇവരുടെ ആദ്യ തലസ്ഥാനം. പിന്നീട് ഇവർ തലസ്ഥാനം ഗോവയിലേക്ക് മാറ്റി. അപ്പോ ആദ്യമായിട്ട് അച്ചടിശാല സ്ഥാപിച്ചത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. 463 വർഷത്തോളം അവർ ഇവിടെ ഉണ്ടായിരുന്നു. കുളച്ചൽ യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ആരാണ്? മാർത്താണ്ഡവർമ്മ, കുഞ്ഞാലിമരയ്ക്കാർ, സാമൂതിരി, പാലിയത്തച്ഛൻ. കുളച്ചൽ യുദ്ധം, കുളച്ചൽ എന്ന സ്ഥലം തമിഴ്നാട്ടിലാണ്. കുളച്ചൽ എന്ന സ്ഥലം തമിഴ്നാട്ടിലാണ്. 1741 ഓഗസ്റ്റ് 10 കുളച്ചൽ യുദ്ധം നടക്കുന്നത്. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും കൂടിയാണ് ഇത് ഏറ്റുമുട്ടുന്നത്. ഇതില് ഡച്ചുകാരുടെ നേതാവായിരുന്ന സേനാനായകനായിരുന്ന ഡിലനോയി മാർത്താണ്ഡവർമ്മയ്ക്ക് മുന്നിൽ മുട്ടുകുത്തുന്നു. ഈ ഡിലനോയിയെ പിന്നീട് തിരുവിതാംകൂറിന്റെ സേനാനായകനായി നിയമിക്കുന്നു. അങ്ങനെ ഡിലനോയിയെ വലിയ കപ്പിത്താൻ എന്ന പേരിലാണ് ജനങ്ങൾ വിളിക്കുന്നത്. വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നത് ഡിലനോയിയാണ്. നമ്മുടെ തിരുവിതാംകൂറിലെ ആളുകൾക്ക് സൈനിക പരിശീലനം നൽകിയത് പിന്നീട് ഡിലനോയിയാണ്. ഡിലനോയിയുടെ സ്മാരകം തമിഴ്നാട് കന്യാകുമാരിക്ക് അടുത്ത് ഉദയഗിരി കോട്ടയിലാണ്. നമ്മുടെ ഉദയഗിരി കോട്ടയിലാണ്. ഇനി ഈ കുളച്ചൽ യുദ്ധം 1753 മാവേലിക്കര ഉടമ്പടി പ്രകാരമാണ് ഡച്ചുകാര് പിന്മാറുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യമാണ്, ബ്രിട്ടീഷുകാർക്കെതിരെ ചെറുത്തുനിൽപ്പിന് പഴശ്ശിരാജ നേതൃത്വം നൽകിയ സ്ഥലം ഏതാണ്?
ബ്രിട്ടീഷുകാർക്കെതിരായ ചെറുത്തുനിൽപ്പിന് പഴശ്ശിരാജ നേതൃത്വം നൽകിയ സ്ഥലമാണ് നമ്മുടെ ആൻസർ മലബാർ. മലബാർ. പഴശ്ശിരാജ കൊട്ടിയൂട്ട് രാജ എന്ന് അറിയപ്പെടുന്നു. കേരളവർമ്മ പഴശ്ശിരാജ കോട്ടയത്തെ രാജാവാണ്. അപ്പോ മലബാറിലാണ് ഇദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ ചെറുത്തുനിൽപ്പ് നടത്തിയത്. ഓക്കെ. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: ഏത് സന്ധി പ്രകാരമാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്? ആൻസർ ശ്രീരംഗപട്ടണം സന്ധിയാണ്. ഏത് സന്ധി പ്രകാരമാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്? ശ്രീരംഗപട്ടണം സന്ധിയാണ്. ഇത് ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരും കൂടി ഒപ്പിട്ട സന്ധിയാണ്. 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെക്കുന്നത്. മലബാർ മാത്രമല്ല, പിന്നെ ഏത് സ്ഥലവും കൂടെ കിട്ടുന്നു? മലബാർ കൂടാണ്ട് അവർക്ക് ലഭിക്കുന്നത് നമ്മുടെ ഏത് സ്ഥലമാണ്? കൂർഗ് തുടങ്ങിയ പ്രദേശങ്ങളാണ് അവർക്ക് ലഭിക്കുന്നത്. ഇനി യൂറോപ്യന്മാരുടെ കേരളത്തിലെ വരവ് സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് തെറ്റ്? കേരളത്തിലെ പോർച്ചുഗീസുകാരുടെ മതനയം ഉദാരവും പ്രബുദ്ധവുമായിരുന്നു. 1741 കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. ഹൈദരാലിയും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെച്ചു. ഇംഗ്ലീഷുകാർക്കെതിരെ പോരാടിയ പാലിയത്തച്ഛനായിരുന്നു കൊച്ചിയിലെ മുഖ്യമന്ത്രി. ഇനി നമുക്ക് ആൻസറിലേക്ക് പോകാം. 4 ഓപ്ഷൻസ് ഉണ്ട്. ആൻസർ ഓപ്ഷൻ സി ആണ്. തെറ്റാണ് ചോദ്യം. കേരളത്തില് പോർച്ചുഗീസുകാരുടെ മതനയം ഉദാരവും പ്രബുദ്ധവുമായിരുന്നു. തെറ്റ്. ഹൈദരാലി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെച്ചു. 1792 ബ്രിട്ടീഷുകാർ, അതായത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ടിപ്പു സുൽത്താനും കൂടിയാണ് ഒപ്പുവെച്ചത്. കുളച്ചൽ യുദ്ധം 1741 മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. ഇത് ശരിയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു നാട്ടുരാജാവ് ഒരു വിദേശ ശക്തിയെ പരാജയപ്പെടുത്തിയത്. ഇംഗ്ലീഷുകാർക്കെതിരെ പോരാടിയത് പാലിയത്തച്ഛനായിരുന്നു, കൊച്ചിയിലെ മുഖ്യമന്ത്രി. അപ്പൊ അത് രണ്ടും ശരിയാണ്. അപ്പൊ ഇത് രണ്ടും തെറ്റാണ്. ആൻസർ നമുക്ക് കിട്ടി. കൊച്ചിൻ സ്റ്റേറ്റ് മാനുവലിന്റെ രചയിതാവ്? മലബാർ മാനുവൽ വില്യം ലോഗനാണ് രചിച്ചത്. കൊച്ചി മാനുവൽ സി അച്യുത മേനോൻ. ആൻസർ സി അച്യുത മേനോൻ. അടുത്ത ചോദ്യം: പരന്ത്രീസുകാർ എന്നറിയപ്പെടുന്നത്? പരന്ത്രീസുകാർ എന്നറിയപ്പെടുന്നത് ഫ്രഞ്ചുകാരാണ്. പരന്ത്രീസുകാർ എന്നറിയപ്പെടുന്നത് ഫ്രഞ്ചുകാർ. ഇന്ത്യയിലെ ആദ്യ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? ഇന്ത്യയിലുള്ള ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആണ് അൽമേഡ. ഇനി ഇന്ത്യയിലെ ആദ്യ വിദേശികൾ ആരാണ്? ഇന്ത്യയിലെത്തുന്ന ആദ്യ വിദേശികൾ നമ്മുടെ ആൻസർ അറബികളാണ്. ആൻസർ എന്താണ്? അറബികൾ. ഇന്ത്യയിൽ നിന്നും ആദ്യം തിരിച്ചുപോയ വിദേശികൾ ആരാണ്? യൂറോപ്യന്മാരിൽ ആദ്യം തിരിച്ചു പോകുന്നത് ഡച്ചുകാരാണ്. ആൻസർ ഡച്ചുകാർ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഉണ്ടായിരുന്ന യൂറോപ്യന്മാർ ആരാണ്? ഇന്ത്യയിൽ കൂടുതൽ കാലം ഉണ്ടായിരുന്നത് പോർച്ചുഗീസുകാരാണ്. 463 വർഷത്തോളം അവർ ഇവിടെ ഉണ്ടായിരുന്നു. ആദ്യം വരുന്നത് മുതൽ നമുക്കത് പറയാനുണ്ട് ക്വസ്റ്റ്യൻ, അതുകൊണ്ട് പറയുന്നില്ല. ഇനി ഇന്ത്യയിൽ ആദ്യമെത്തിയ പ്രൊട്ടസ്റ്റന്റ് ജനവിഭാഗം ആരാണ്? ആദ്യമെത്തിയ പ്രൊട്ടസ്റ്റന്റ് ജനവിഭാഗമാണ് ഡച്ചുകാർ. എത്ര തവണയാണ് വാസ്കോഡ ഗാമ കേരളത്തിൽ വന്നത്? 1498 മെയ് 20 വാസ്കോഡ ഗാമ ആദ്യമായി കേരളത്തിൽ എത്തുന്നത്. അന്ന് മുതൽ ഇവിടെ നമ്മളുടെ ഓപ്പറേഷൻ വിജയ് എന്ന സൈനിക നീക്കത്തിലൂടെയാണ് പോർച്ചുഗീസുകാരെ ഗോവയിൽ നിന്നും ദാമൻ ആൻഡ് ദിയുവിൽ നിന്നും നീക്കം ചെയ്യുന്നത്. അപ്പോ ഇതിനെ പോലീസ് ആക്ഷൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? VK കൃഷ്ണമേനോനാണ്. എത്ര തവണ വാസ്കോഡ ഗാമ കേരളത്തിൽ വന്നു? 3 തവണയാണ് വന്നത്. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ ആദ്യ തലസ്ഥാനം ഏത്? ആൻസർ കൊച്ചിയാണ്. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ ആദ്യ തലസ്ഥാനം കൊച്ചി. വാസ്കോഡ ഗാമ കേരളത്തിലെത്തിയ വർഷം ആദ്യം വരുന്നത് 1498 മെയ് 20.
രണ്ടാമത് 1502 വന്നു. മൂന്നാമത് 1524 വന്നു. ഈ 24 വന്നപ്പോൾ ഡിസംബർ 24 ഇദ്ദേഹം അന്തരിച്ചു. അപ്പൊ 1502 രണ്ടാമത്, മൂന്നാമത് 1524. മൂന്നാമത് വന്നപ്പോഴാണ് ഇദ്ദേഹം ജനറൽ ഇതായിട്ട് വരുന്നത്. അതുവരെ സാധാരണ ഒരു നാവികനായിട്ടാണ് വരുന്നത്. വാസ്കോഡ ഗാമയ്ക്ക് ഒപ്പമുണ്ടായിരുന്ന പോർച്ചുഗീസുകാരൻ ആരായിരുന്നു? അൽവാരോ വെൻഹോവ് ആയിരുന്നു. വാസ്കോഡ ഗാമയ്ക്ക് ഒപ്പമുണ്ടായിരുന്ന പോർച്ചുഗീസുകാരനാണ് അൽവാരോ വെൻഹോവ്. ഇനി ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ലന്തക്കാർ എന്ന് വിളിക്കുന്നത് ഡച്ചുകാരെയാണ്. പരന്ത്രീസുകാർ എന്ന് വിളിച്ചത് ആരെയാണ്? പരന്ത്രീസുകാർ ഫ്രഞ്ചുകാരെയാണ്. വെള്ളക്കാർ എന്ന് വിളിക്കുന്നത് ആരെയാണ്? ബ്രിട്ടീഷുകാരെയാണ് വെള്ളക്കാർ എന്ന് വിളിച്ചത്. വാസ്കോഡ ഗാമ സഞ്ചരിച്ച കപ്പൽ 1598 മെയ് 20 വാസ്കോഡ ഗാമ വന്നത്. 3 തവണ വന്നു. 1502 രണ്ടാമത്, 24 മൂന്നാമത്, ഡിസംബർ 24 ഇവിടെ വെച്ച് അന്തരിച്ചു. ലിസ്ബണിൽ നിന്നാണ് പുറപ്പെട്ടത്. വാസ്കോഡ ഗാമ വരാൻ കാരണമായ രാജാവ് മാനുവൽ രാജാവാണ്. മാനുവൽ രാജാവ് വാസ്കോഡ ഗാമയെ ഇന്ത്യൻ സമുദ്രത്തിന്റെ അധിപൻ എന്ന പേര് നൽകി. സെന്റ് ഗബ്രിയേൽ എന്ന കപ്പലിലാണ് ഇദ്ദേഹം സഞ്ചരിച്ചത്. വാസ്കോഡ ഗാമ വന്നപ്പോൾ 3 കപ്പലുകൾ വന്നു. വാസ്കോഡ ഗാമ സെന്റ് ഗബ്രിയേൽ ആയിരുന്നു. 2 കപ്പൽ കൂടി ഇദ്ദേഹത്തെ അനുഗമിച്ചു. റഫേൽ എന്ന കപ്പലും ബറിയോ എന്ന കപ്പലുമാണ് വാസ്കോഡ ഗാമയെ അനുഗമിച്ച കപ്പലുകൾ. ഇന്ത്യയിലെ ആദ്യം എത്തിയ പോർച്ചുഗീസ് നാവികൻ ആരാണ്? ആദ്യം വരുന്നത് വാസ്കോഡ ഗാമയാണ്. ആദ്യം ഇവിടെ എത്തുന്ന നാവികനാണ് വാസ്കോഡ ഗാമ. എന്നാൽ നേരത്തെ നമ്മളൊരു ചോദ്യം കണ്ടിരുന്നു. ഇന്ത്യയിൽ ആദ്യം വന്ന വൈസ്രോയി എന്ന് ചോദിച്ചാൽ അൽമേഡയാണ്. വാസ്കോഡ ഗാമ 1524 വന്നപ്പോഴാണ് വൈസ്രോയി ആയി വരുന്നത്. ആദ്യത്തെ അൽമേഡ, രണ്ടാമത്തെ വൈസ്രോയി അൽ ബുക്കർക്കാണ്. വാസ്കോഡ ഗാമയ്ക്ക് ശേഷം ഇവിടെ എത്തുന്ന പോർച്ചുഗീസുകാരൻ കബ്രാളാണ്. കബ്രാൾ. ഇനി ഓക്കെ, മനസ്സിലാകുന്നുണ്ട്? അപ്പോൾ നമ്മൾ ഇന്ന് കുറേ ക്വസ്റ്റ്യൻസ് ആണ് പഠിച്ചത്. അപ്പൊ ഇതിൽ നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്തത് മുൻവർഷ ക്വസ്റ്റ്യൻസ് ആണ്. മുൻവർഷ ക്വസ്റ്റ്യൻസും വരാൻ സാധ്യതയുള്ള മികച്ച ചോദ്യങ്ങളും കൊണ്ടുള്ള ഒരു സെക്ഷൻ ആയിരുന്നു. യൂറോപ്യന്മാരുടെ ആഗമനത്തിൽ നമ്മൾ പോർച്ചുഗീസുകാരെ കുറിച്ചാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് നോക്കിയത്. പിന്നെ എല്ലാ ക്വസ്റ്റ്യൻസും വന്നിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി. അപ്പൊ ഞാൻ 2-3 ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കാം, ആൻസേഴ്സ് പറയുക. ഒന്നാമത്തെ ചോദ്യം, ഇവിടെ ആദ്യം എത്തിയ വിദേശി ആരാണ്? 2, ഇവിടെ ആദ്യം എത്തിയ യൂറോപ്യന്മാർ ആരാണ്? മൂന്നാമത്തെ ചോദ്യം, വാസ്കോഡ ഗാമ എത്ര തവണ ഇന്ത്യയിലെത്തി? 4, വാസ്കോഡ ഗാമ സഞ്ചരിച്ച കപ്പലിന്റെ പേരെന്ത്? അടുത്ത ചോദ്യം, വാസ്കോഡ ഗാമ വന്നപ്പോൾ കൂടെ ഉണ്ടായിരുന്ന നാവികൻ ആരാണ്? ഇനി വാസ്കോഡ ഗാമയ്ക്ക് ശേഷം വന്ന വ്യക്തിയുടെ പേരെന്ത്? അടുത്തത്, ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയുടെ പേരെന്ത്? വാസ്കോഡ ഗാമ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടപ്പോൾ പോർച്ചുഗീസിലെ രാജാവ് ആരായിരുന്നു? വാസ്കോഡ ഗാമ അന്തരിച്ച വർഷം. ഇനി ചോദ്യം, നമ്മുടെ പോർച്ചുഗീസുകാരുടെ പിൽക്കാല ആസ്ഥാനം ഏതാണ്? അപ്പൊ ആദ്യം ഇവിടെ എത്തിയ വിദേശികൾ അറബികളാണ്. ആദ്യ യൂറോപ്യന്മാർ പോർച്ചുഗീസുകാരാണ്. വാസ്കോഡ ഗാമ 3 വട്ടം ഇവിടെ വന്നു. ആദ്യം വന്ന കപ്പൽ സെന്റ് ഗബ്രിയേൽ എന്ന കപ്പലാണ്. കൂടെ ഉണ്ടായിരുന്ന അൽവാരോ വെൻഹോവാണ്. ഇനി ഫസ്റ്റ് നാവികൻ, കൂടെ നാവികൻ വ്യക്തി ക്വസ്റ്റ്യൻ വിട്ടുപോയി കേട്ടോ. ഇനി ആദ്യം വൈസ്രോയി അൽമേഡയാണ്. രണ്ടാമത് വന്ന വ്യക്തി കബ്രാളാണ്. പിന്നത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? രാജാവ് മാനുവൽ രാജാവാണ്. വാസ്കോഡ ഗാമ അന്തരിച്ചത് 1524. പോർച്ചുഗീസുകാരുടെ പിൽക്കാല ആസ്ഥാനം ഗോവയാണ്. ആദ്യ ആസ്ഥാനം കൊച്ചിയായി. അപ്പൊ ക്വസ്റ്റ്യൻസ് ഒക്കെ മനസ്സിലാകുന്നുണ്ടല്ലോ? എല്ലാവർക്കും ആൻസേഴ്സ് കിട്ടുന്നുണ്ടോ? ക്ലിയർ ആണ്? അപ്പൊ നമ്മൾ പഠിച്ചത് വെച്ചിട്ട് എല്ലാ ആൻസേഴ്സ് നിങ്ങൾക്ക് കിട്ടേണ്ടതാണ്. വ്യക്തമായിട്ട് പഠിക്കുക, പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്യുക. അപ്പൊ എല്ലാവർക്കും താങ്ക് യു. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.